അങ്ങനെ അവസാനഘട്ട തിരഞ്ഞെടുപ്പും മോദിയുടെ ധ്യാനവും കഴിഞ്ഞു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകത്തിലെ ധ്യാനയോഗത്തിന് ശേഷം തന്നിലേക്ക് ഒരു ദിവ്യമായ ഊർജം കൈവന്നതുപോലെ തോന്നുന്നുവെന്നാണ് ധ്യാനത്തിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണം. 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം നരേന്ദ്രമോദി എഴുതിയ കുറിപ്പ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ നിർമ്മല സീതാരാമൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു. ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകം സന്ദർശിക്കുമ്പോൾ എനിക്ക് ഒരു ദിവ്യമായ ഊർജം തോന്നുന്നു. ഈ പാറയിലാണ് അമ്മ പാർവതിയും സ്വാമി വിവേകാനന്ദനും ധ്യാനിച്ചത്. പിന്നീട് ഏക്നാഥ് റാനഡെ രൂപാന്തരപ്പെട്ടു. ഈ പാറ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്ക് ജീവൻ നൽകിയ ശിലാസ്മാരകമായി മാറിയെന്നായിരുന്നു കുറിപ്പ്. വർഷങ്ങൾക്ക് ശേഷം സ്വാമി വിവേകാനന്ദന്റെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന നിലയിൽ ഈ പുണ്യസ്ഥലത്ത് ധ്യാനിക്കാൻ തനിക്കും അവസരം ലഭിച്ചത് തന്റെ ഭാഗ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശിലാസ്മാരകത്തിലെ തന്റെ ധ്യാനം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്റെ ശരീരത്തിലെ ഓരോ കണികയും രാഷ്ട്ര സേവനത്തിനായി എപ്പോഴും സമർപ്പിക്കുമെന്ന എന്റെ ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുന്നുവെന്നും രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും പൗരന്മാരുടെ ക്ഷേമത്തിനും ആശംസകളോടെ ഞാൻ മാ ഭാരതിക്ക് എന്റെ അങ്ങേയറ്റത്തെ ആദരവ് അർപ്പിക്കുന്നുവെന്നും മോദി കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. മെയ് 30 വൈകുന്നേരം മുതൽ ജൂൺ 1 വൈകുന്നേരം വരെ ഏകദേശം 45 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ സ്ഥലമായ ധ്യാന മണ്ഡപത്തിൽ ഒരു രാവും പകലും അദ്ദേഹം ധ്യാനിച്ചു. ഹിന്ദു തത്വചിന്തകനായ സ്വാമി വിവേകാനന്ദന് ഭാരതമാതാവിനെ കുറിച്ച് ദിവ്യദർശനം ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്ന മണ്ഡപമാണ് ഇത്. വ്യാഴാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത്. റാലികളും റോഡ് ഷോകളും ഉൾപ്പെടെ 206ഓളം തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളാണ് 75 ദിവസത്തിനിടെ പ്രധാനമന്ത്രി നടത്തിയത്. വ്യത്യസ്ത മാധ്യമങ്ങൾക്കായി 80ഓളം അഭിമുഖങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ പ്രധാനമന്ത്രി ആത്മീയ യാത്രകൾ നടത്താറുണ്ട്. 2019 അദ്ദേഹം കേദാർനാഥും 2014 ശിവജിയുടെ പ്രതാപ്ഗഡും സന്ദർശിച്ചിരുന്നു. ഏപ്രിൽ 19 ആരംഭിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് ഇന്നലത്തോടെ പൂർത്തിയായത്. അതേസമയം ധ്യാനവും മോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ തിരഞ്ഞെടുപ്പും ഒരേ ദിവസം പൂർത്തിയായതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. ഇതെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ്. നേരത്തെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കേദാർനാഥിലെ ഗുഹയിൽ മോദി ധ്യാനമിരുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയെത്ര പൊറാട്ട് നാടകങ്ങളാണ് കണ്ടത്. അതേസമയം മോദി ധ്യാനമിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടരുതെന്ന് പറഞ്ഞ് കോൺഗ്രസ് എത്തിയിരുന്നു. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. CPM തമിഴ്നാട് നേതൃത്വവും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തെഴുതിയിരുന്നു. മോദിയുടെ ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് തടയണമെന്നും അത് പ്രചരണമാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്നും CPM ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതോടെ നിശബ്ദ പ്രചരണത്തിന് അർത്ഥമില്ലാതാകുമെന്നും പാർട്ടി പറഞ്ഞിരുന്നു. മോദി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ധ്യാനത്തിന് പോകുന്നതെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. പ്രധാനമന്ത്രി പദവിക്ക് ഭരണഘടനാപരമായ ബാധ്യതകളുണ്ട്. എന്നാൽ മോദി അതൊന്നും കാര്യമാക്കുന്നില്ല. വോട്ടെണ്ണുന്നതിന് മുൻപ് എപ്പോഴും മോദി പബ്ലിസിറ്റിക്ക് വേണ്ടി ധ്യാനമിരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ക്യാമറകളെന്ന് മമത ചോദിച്ചിരുന്നു. ഏതായാലും മോദിയുടെ ഇത്തരത്തിലുള്ള ചിന്തകൾക്കും പ്ലാനുകൾക്കുമുള്ള റിസൾട്ട് ജൂൺ 4 അറിയാം.